സ്മാർട്ട് മൂവ്സില് കാൻഡിഡേറ്റ്സിന് കുറെ വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാല് കുറെ വിശേഷങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വരാം. അപ്പൊ ഇതൊക്കെ ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ ഈ സർവീസസിനകത്തൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ പറയുന്ന പോലെ പ്ലേസ്ഡ് ആവോ, സാലറി ഇല്ലാതെ എങ്ങനെയാണ് പ്ലേസ്മെന്റ്സിന് നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു, കുറെ പേർക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്മാർട്ട് മൂവ്സിലൂടെ ജോലി അന്വേഷിക്കാൻ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവര്, ഡയറക്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കണം എന്നറിയാത്തവര്, തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്മാർട്ട് മൂവ്സിന്റെ എക്സാക്ട് പ്ലാനുകൾ, ഓരോരോ ചെറിയ ചെറിയ പേയ്മെന്റുകളെ വരുള്ളൂ എന്നുള്ളത് നമ്മുടെ റീലിൽ പറയാറുണ്ട്. അത് ഓരോ പേയ്മെന്റിലും എത്ര എത്ര വരണേ എന്നുള്ളത് നമുക്ക് നമ്മുടെ സർവീസ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരോ പ്ലാനുകൾ ജോലി അന്വേഷിക്കുന്നവർ നിർബന്ധമായിട്ട് കാണാം. ഒപ്പം തന്നെ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് മാക്സിമം അയക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളിപ്പോ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജിന്റെ ഒക്കെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും, സ്കൂളിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് സ്മാർട്ട് മൂവ്സ് ഓൾ കേരളത്തിലാണ് നമ്മൾ ജോബ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ ഫേക്ക് ആയിട്ട് നമുക്ക് വെറുതെ ലീഡ് കിട്ടാൻ, ഡാറ്റ കിട്ടാൻ വേണ്ടി ഒരു വേക്കൻസി പോലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ യൂട്യൂബ് ചാനലിലോ നമ്മൾ ഇടാറില്ല. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ അന്ന് രാവിലെ നമ്മുടെ ഓഫീസിലേക്ക് പല കമ്പനികളിൽ നിന്ന് വന്നിട്ടുള്ള വേക്കൻസീസ് മാത്രമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്കൊരു ചെറിയ സർവീസ് ചാർജ് ഉണ്ട് എന്ന് വെച്ചാൽ അത് ഹാഫ് സാലറി പോലെ, അതായത് 20,000 രൂപ ശമ്പളം ഉള്ളവരെ 10,000 രൂപയൊക്കെ ചെലവ് വരും. അത്രയും എക്സ്പെൻസ് ഒന്നും ഇല്ല. ഒരു 2,000 ബിലോ വരെയാണ് നമ്മുടെ പ്രീമിയം പ്ലാനിന് പോലും 1,000 ജസ്റ്റ് മുകളിലേ വരുള്ളൂ, അതിന് താഴേക്ക്. പിന്നെ നമുക്ക് ഒരു 5,000 പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നമുക്ക് റീഫണ്ടബിൾ ആണ്. അതൊന്നും ഒരു കൺസൾട്ടൻസിയോ ഒരു കമ്പനിയോ നമ്മുടെ റിക്രൂട്ട് ഫേമോ കേരളത്തിൽ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. 5,000 രൂപ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, നിങ്ങൾക്ക് CV കറക്ഷനും നിങ്ങളുടെ ഒരു വീഡിയോ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, അത്തരം ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ കൂടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യണത്. അത് ഇൻ കേസ് നിങ്ങൾക്ക് ആ ജോലി, അത് മിനിമം സാലറി ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ ആ 5,000 രൂപ 50 ഡേയ്സിനുള്ളിൽ നമ്മൾ 100% റീഫണ്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ് നമുക്ക് 5,000ന്റെ ഏറ്റവും വലിയൊരു പ്രീമിയം പ്ലാൻ എന്ന് പോലും പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കൊരു നോർമൽ റീഫണ്ടബിൾ അല്ല അത്, എങ്കിലും 1,250 ആണ് വരുന്നത്. അതിലായാലും നമുക്ക് 1 ഇയറിന്റെ അല്ലെ 1 ഇയർ, ഒരു കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ ആണ്. അത് ഒരു വർഷത്തെ എല്ലാ വേക്കൻസികളും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 15 വേക്കൻസികൾ പെർ ഡേ എല്ലാ ദിവസവും ദിവസവും കിട്ടും. അതിലും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് HR-ന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അത് വലിയൊരു പോയിന്റ് ആണ്. കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, എക്സാക്ട് ലൊക്കേഷൻ അറിയാം. സ്മാർട്ട് മൂവ്സിന്റെ ഇപ്പൊ മോസ്റ്റ്ലി എടുക്കുന്ന രജിസ്ട്രേഷൻ ഈ സ്കീമാണ്. 1,250 ആണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നത്. കാരണം അതിന് ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ആ ഫണ്ട് പോലും എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ജോലി കിട്ടും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, വൺസ് ഈ ജോലി ഒരു വട്ടം കിട്ടിയാൽ, ഇൻ കേസ് നിങ്ങൾ ഒരു 3 മാസത്തിന് ശേഷം ആ ജോലി കിട്ടിയത് താല്പര്യം ആവാണ്ട് ഇറങ്ങിയാലും സ്റ്റിൽ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒരു കൊല്ലത്തിനുള്ളിലാണെങ്കിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അടുത്ത ജോലി ഇവിടെ തന്നെ പോകാൻ പറ്റും. ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഒരു പ്രോബ്ലം, അതായത് ഈ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞാലും അതിന്റെ HR ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ വരുന്നു എന്നത് കൺഫേം ചെയ്തെടുക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ഈ ഫീൽഡിൽ തന്നെ ഏകദേശം 10 വർഷം ആയതുകൊണ്ട് നമ്മൾ ഇത്ര കാൻഡിഡേറ്റ്സിനെ വിടുന്നുണ്ട്, അവരുടെ ഇന്റർവ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഷെഡ്യൂളിംഗ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ 1,250യുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് 1,250. പിന്നെ അടുത്തൊരു സ്റ്റെപ്പിലുള്ളത് 500 ആണ്. ഈ 500 എന്ന് പറയുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് 500 തന്നെയാണ് ജോയിനിങ്ങിന് നമ്മൾ കളക്ട് ചെയ്യുന്നത്. 1,250ക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾ ജോയിനിങ് ടൈമിൽ 250 മാത്രം പേ ചെയ്യണം, അതുകൊണ്ട് വലിയ പേയ്മെന്റുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തേന് 500 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ 500 തന്നെ വരണേ. അത് നമുക്ക് വരുന്നത് ഒരു 3 to 5 മന്ത് വരയ്ക്ക് നമുക്ക് അതിന്റെ വാലിഡിറ്റി ചെയ്ത് തരാൻ പറ്റും. അപ്പൊ അത്രയും നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂസുകൾ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാം. വളരെ ചെറിയൊരു കോസ്റ്റ് വരുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഹാഫ് സാലറി കിട്ടില്ല. ഇനി അതുകൂടാതെ 150യുടെ രജിസ്ട്രേഷൻ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് 3 മന്ത് വരുന്നത് 150 റുപ്പീസ് വെറും പേ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തതിനു ശേഷം ഹാഫ് സാലറി പേ ചെയ്യേണ്ട 1,500 ആണ് ജോയിൻ ചെയ്യാൻ പേയ്മെന്റ്. അതൊക്കെ ഓൾ കേരളയിൽ നമ്മൾ തരുന്ന സർവീസ് ആണ്. ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള വാക്കൻസീസ് ആണ് നമ്മുടെ ചാനലുകളിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് സ്മാർട്ട് മൂവ്സിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്. ഈ രജിസ്ട്രേഷൻ എമൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക്
തോന്നും. അതായത് ഒന്ന് പുറത്ത് പോയി ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ 2-3 പേര് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നതിൽ ആ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു കാര്യം തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ വിചാരിക്കും ഇപ്പൊ എനിക്കൊരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഫേം എന്തിനാ, എനിക്ക് അന്വേഷിച്ചാൽ പോരെ. പക്ഷെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ നടന്ന് അന്വേഷിക്കുമ്പോൾ കാണുന്ന ഓപ്ഷൻസ് വളരെ ലിമിറ്റഡും ആണ്. പിന്നെ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡയറക്റ്റ് പോകുമ്പോ അവർക്ക് തന്നെ ഒരു വാല്യൂ ഉണ്ടാവില്ലേ കാൻഡിഡേറ്റ്. അതൊരു കാര്യം ചിലപ്പോൾ നമ്മൾ വാക്കിൻ ഇന്റർവ്യൂവിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു ഡെസിഗ്നേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പോസ്റ്റ് അവിടെ ലൈവ് ആവില്ല, കിട്ടില്ല. പിന്നെ അവര് ചിന്തിക്കണതും ഇത് ജോലി ഇല്ലാണ്ട് വെറുതെ കറങ്ങി നടക്കാണെന്നൊരു മൂല്യമാണ് അവർ ചിന്തിക്കുള്ളൂ. അപ്പൊ ആളെ ജോലിക്ക് എടുത്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തിക്കും. പക്ഷെ നമ്മുടെ ഒരു ഗൈഡൻസിൽ പോകുമ്പോ നമുക്ക് അതൊരു വാല്യൂ ചെയ്തിട്ടാണ് നിങ്ങളെല്ലാം കൂടെ നമ്മൾ പ്രശ്നം ചെയ്യുന്നത്. അപ്പൊ എത്ര ഇനി കാലിബർ ഉള്ള ആളുകളാണെങ്കിലും അതല്ലെങ്കിൽ ജോലി അന്വേഷിക്കാൻ മറ്റൊരു സപ്പോർട്ട് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിലും നമ്മളുടെ എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ള. സോ അത് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം തന്നെ നിങ്ങളുടെ CV അയക്കും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നിങ്ങളുടെ കോളേജും സ്കൂളും ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങൾ ഏത് വേക്കൻസി നോക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി എത്രയാണെന്നൊക്കെ കമന്റ് ചെയ്ത് വെക്കുക. കാരണം അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികൾ കമ്മിങ് ഡേയ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.